സർ, കർണാടകയിൽ എല്ലാവരും പറഞ്ഞു ഡി.കെ. ബി.ജെ.പിയിലേക്ക് പോവും, ബി.ജെ.പിയിലേക്ക് പോവും. വലിയ ചർച്ചയായിരുന്നു. നമ്മളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് 2027 വരെ സിദ്ധരാമയ്യ തുടരും. 2028 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യാതൊരു സങ്കോചങ്ങളുമില്ല, ആശങ്കകളുമില്ല, അത് ഡി.കെ. ആയിരിക്കുമെന്നുള്ള സമവായത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് സിദ്ധരാമയ്യ തന്നെ നിർദ്ദേശിച്ചതാണ് എന്നുള്ള തരത്തിലൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ജനങ്ങൾ തീരുമാനിക്കും അത് ആര് വേണമെന്നുള്ളത്. ഇപ്പോൾ പണ്ടൊരിക്കലേ ഈ കോൺഗ്രസിനെ തകർത്ത് അധികാരത്തിൽ വന്ന ഓപ്പറേഷൻ കമല തന്നെ ഇപ്പോൾ ബി.ജെ.പി വീണ്ടും കൊണ്ടുവന്നു മറ്റൊരു രൂപത്തിൽ, അവിശ്വാസ പ്രമേയത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇത്ര ആവേശം കാണിച്ചപ്പോൾ ഡി.കെ. ശിവകുമാറിനും സിദ്ധരാമയ്യയ്ക്കും മനസ്സിലായി ഇങ്ങനെ പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ തീർന്നു, മന്ത്രിസഭയുടെ കാലാവധി തീർന്നു, സിദ്ധരാമയ്യയും ഡി.കെയും മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ലെന്നുള്ളൊരു ബോധോദയം ഉണ്ടായി. ആ ബോധോദയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ നീക്കങ്ങളാണ് ഹൈക്കമാൻഡിനും ബോധ്യമായി. നിങ്ങളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ആമ്പിള്ളേർ വന്നിട്ട് മണ്ണും ചാരിയും നോവും പെണ്ണും കൊണ്ടുപോകും. കാരണം പല സ്റ്റേറ്റും കൈവിട്ടുപോയി. അതെ, തെക്കേ ഇന്ത്യയിലെ ഒരു ഇവിടെ ഉണ്ട്, തെലങ്കാനയിലുണ്ട് RSSകാരൻ തന്നെ കോൺഗ്രസ് വേഷത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. ഏത് നിമിഷവും അതൊക്കെ ദുർബലപ്പെടാം. അദ്ദേഹത്തിൻ്റെ RSS സംസ്കാരം ഒരു പക്ഷേ തിരിച്ച് അദ്ദേഹത്തെ BJP തന്നെ എത്തിച്ചെന്നിരിക്കാം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം, ഒന്നും സ്ഥിരമല്ല. അതാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാവുന്ന ഒരു സാഹചര്യം വന്ന് പെട്ടെന്ന് അതിന് ഒരു ആൻറ്റി ക്ലൈമാക്സ് സംഭവിച്ചിരിക്കുക. ട്വിസ്റ്റ് വന്നിട്ട് രണ്ട് ബദ്ധശത്രുക്കളും രാവിലെ ഒരുമിച്ചിരുന്ന് പ്രാതൽ കഴിച്ചു. മുഖ്യമന്ത്രിയുടെ വീട്ടിലിരുന്ന് പ്രാതൽ കഴിച്ചു. ഈ പ്രാതലിന് ഇത്രയധികം ശക്തിയും. അതുവരെ പരസ്പരം വൈരികളായിരുന്ന ഈ രണ്ടുപേരും, ഒന്ന് KPCC പ്രസിഡന്റ്, കർണാടക PCC പ്രസിഡന്റ്, മറ്റേത് മുഖ്യമന്ത്രി, രണ്ടുപേരും തമ്മിൽ അവർക്കിടയിലുള്ള അങ്ങോട്ട് ഉരുകാൻ തുടങ്ങിയിട്ട് രണ്ടും ഒന്നു ചേർന്ന് ആത്മാവും പരമാത്മാവും ഒന്നായി ചേരുന്നത് പോലെ രണ്ടുപേരും കൂടെ അങ്ങ് ചേർന്ന് ഒന്നായി. എന്ന് മാത്രമല്ലെന്നേ, നമ്മൾ ഈ കാമുകന്മാർ തമ്മിൽ ഈ ബ്രെഡും മധുരവും ഒക്കെ പങ്കിടുന്നത് പോലെ, അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ ഈ പാല് ഭാര്യാഭർത്താക്കന്മാർ നവവധൂവരന്മാർ തമ്മിൽ പങ്കുവെക്കുന്ന പോലെ ഒരു ബ്രെഡ് എടുത്ത് പരസ്യമായിട്ട് ക്യാമറയിൽ കാണിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ കടിച്ച് രണ്ടറ്റത്ത് നിന്ന് കടിക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ കാണാനിടയായി. ഇതപ്പോൾ ശരിക്കും ഒരു പിന്നിൽ നിന്ന് ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരു പ്ലേ ആണെന്നുള്ളത് വ്യക്തമാണ്. പണ്ടൊരിക്കൽ ഈ സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ടും, അപ്പോൾ സച്ചിൻ പൈലറ്റിന് ഇതുപോലെ DKയെക്കാളും വലിയ നിർബന്ധം എനിക്ക് മുഖ്യമന്ത്രിയാവണം, ഈ അഴിമതിക്കാരനെ മാറ്റണം, അതായിരുന്നു പ്രധാന കാരണം. അഴിമതിക്കാരനെ മാറ്റണമെന്നുള്ളത്. മഹാ അഴിമതിക്കാരനായിരുന്നു അശോക് ഗെഹ്ലോട്ട്, അതിൽ മിടുക്കനുമായിരുന്നു. അഴിമതി വിതച്ച് അഴിമതി കൊയ്യുന്ന വിദഗ്ധനായ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള പടല പിണക്കങ്ങളൊക്കെ അങ്ങ് അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നിട്ട് ക്യാമറകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹം അങ്ങ് മറന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ അടുത്തടുത്തിരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണും. ഈ ഡയറക്റ്റ് ചെയ്യുന്നത് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നു എന്ന് പുള്ളി അറിയുന്നല്ല. ചേർന്നിരിക്കാൻ, കെട്ടിപ്പിടിച്ചിരിക്കാൻ സച്ചിൻ പൈലറ്റും ബദ്ധശത്രുവായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടും എന്ന് പറയുന്ന പോലെ ഇപ്പോഴും ഇത് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമാണ് വന്നത്, നിങ്ങൾ ഒരുമിച്ച് ഒരു പ്രാതൽ കഴിക്കുക, എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ച് തീരുമെന്ന്. അത്ര സ്വാദുള്ള പ്രാതൽ കൊടുക്കണമെന്ന് സിദ്ധരാമയ്യയുടെ പ്രത്യേകം ചട്ടം കെട്ടി വീണ് പോകണം. ഇപ്പോൾ കരക്കമ്പിയുണ്ട്. ഇത്തവണ വടയും ഇഡ്ഡലിയും വടയുമാണ് ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടിയത്. ഇനി അടുത്ത ടേം ആവുമ്പോഴേക്കും ഓരോ ഘട്ടമായിട്ടാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ അടുത്തത് കർണാടകയുടെ ഭക്ഷണമായിട്ടുള്ള റാഗി മുദ്ദയും മുംബൈ ഫുഡ്, റാഗി കോഴിക്കൂട്ട, ദേവഗൗഡയ്ക്ക് നേരെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ഇത് കഴിച്ചാൽ ഒരു കുഴപ്പം ഉറങ്ങിപ്പോവും. അങ്ങനെയാണ് പുള്ളി പബ്ലിക് സ്റ്റേജിലൊക്കെ വരുമ്പോൾ പുള്ളി ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഒറ്റ ഉറക്കമാണ്. കാരണം ഇത് കഴിച്ചാൽ ദഹിക്കാൻ പാടാണ്, റാഗി കൊഴുക്കട്ടയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാൻ പാടായതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ടിരുന്ന് ഉറങ്ങുമായിരുന്നു. അത് ഞാനൊരു കർഷകനായതുകൊണ്ട് അധ്വാനം കൂടുതലുള്ളതുകൊണ്ട് ഇരുന്ന് ഉറങ്ങി. അവരുടെ ഭക്ഷണമാണല്ലോ. അതെ, അവരുടെ നല്ല ഭക്ഷണമാണ്, പോഷക മൂല്യങ്ങളുള്ള ഒരു സാധനവുമാണ്. റാഗി മിൽക്കും ഒക്കെ അവിടെ കിട്ടും. ചിത്രാന്നം എന്ന് പറയുന്നതാണ് അവരുടെ ഉച്ചയൂണിൻ്റെ പേര്. അതൊക്കെ ഇരിക്കട്ടെ, ഉച്ചയൂണിലേക്ക് പോയില്ല. അടുത്ത ഘട്ടം ഇനി ഉച്ചയൂണായിരിക്കും. പക്ഷേ ഇതിൻ്റെ അത്താഴം ഉണ്ടായി. അത്താഴം സംഭവിച്ചത് DK ശിവകുമാറിൻ്റെ വീട്ടിൽ. സിദ്ധരാമയ്യക്ക് അത്താഴം ഒരുക്കി അദ്ദേഹം വെച്ചിരുന്നു. അപ്പോൾ രാവിലത്തെ ഭക്ഷണം സിദ്ധരാമയ്യ സ്പോൺസർ ചെയ്തു, രാത്രിയിലത്തെ അത്താഴം സ്പോൺസർ ചെയ്തത് DK ശിവകുമാർ. അങ്ങനെ അത് അത്താഴത്തോടു കൂടി ആ കലഹം, കുടുംബകലഹം അങ്ങ് പരിഹരിച്ചു.
അവിടെ രണ്ടുപേരും കൂടെ യോജിപ്പായി, ക്ലോസറ്റായി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ക്ലോസറ്റായി അനന്തരം ശുഭമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡിസംബർ 8-ാം തീയതി അവരുടെ അസംബ്ലി കൂടാൻ പോവുക വിധാനസൗധയിൽ. അപ്പോൾ അവിശ്വാസ പ്രമേയം വരുന്നുണ്ട്. ഇപ്പോൾ അവിശ്വാസ പ്രമേയം വരുന്ന കാര്യം ഇത്രയും പരസ്യവും അതുവരെ ആവേശകരവും ആക്കിയതുകൊണ്ട് BJPക്ക് തിരിച്ചടിയായി, രണ്ടുപേരും ഒന്നിച്ചു. ഇനി ഒന്നും അങ്ങോട്ട് തൽക്കാലം വേച്ചാൻ പോകുന്നില്ല കുറച്ച് നാളത്തേക്കെന്നുള്ളതാണ് വസ്തുത. ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിലെ പോലെ ഇല്ല പാരവെപ്പുകൾ, അടിയൊഴുക്കുകൾ നടക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല രണ്ടുപേരുടെയും. ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് എന്താ, കാലാവധി കഴിയുന്നവരെ സിദ്ധരാമയ്യ തന്നെ ഇരിക്കുമെന്നാണ്. അത് കഴിഞ്ഞ് ഞാനില്ല രംഗത്ത്, നീ അങ്ങ് സ്ഥിരം മുഖ്യമന്ത്രി ആയിരിക്കും. അത് നല്ല കൗശലശാലിയാണ് ഈ സിദ്ധരാമയ്യ. അദ്ദേഹം ഇത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് അവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല, തീർന്നു. BJP സകലമാന ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് കർണാടക തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയല്ലേ. അവിടെയെല്ലാം വൻ ഭൂരിപക്ഷം ആക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകവും അതിന് എതിരായി നിൽക്കാൻ സാധ്യതയില്ല. അടപടലമുള്ളൊരു വിജയം BJP പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം. ആ തരത്തിലുള്ള പ്ലാനിങ് ആണ് അവർ, സ്കീമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് ആണ്, ഓർക്കസ്ട്രേറ്റഡ്, കാലിബ്രേറ്റഡ്, മുമ്പേ തുടങ്ങുന്ന ഒരു പരിപാടി. അങ്ങനെ ആ ഒരു സമയമാകുമ്പോഴേക്ക് ഇതിന്റെ ഈ ഒരു ചേരുവകളെല്ലാം മാറുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BJPക്ക് അധികം പണിയെടുക്കേണ്ടി വരില്ല. കാരണം ഇനി BJPയെ വരുള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു പ്രശ്നവും തനിക്ക് ഇതുവരെ കിട്ടാതെ ഇരുന്നത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ടാവും. ഒക്കലിംഗയുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ സ്വാമിമാരൊക്കെ പറഞ്ഞല്ലോ, ഇത് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ DK ആ സമയത്താണെങ്കിലും അങ്ങോട്ടേക്ക് അതൊരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്നുള്ളത് അർഹതപ്പെട്ട കാര്യം തന്നെയാണ് DKയെ സംബന്ധിച്ചു. അപ്പോൾ DK അങ്ങനെ ആയാലും പോകാൻ സാധ്യത ഉണ്ടാകുമോ? DK അങ്ങനെയാകുമ്പോൾ പോകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പൊളിറ്റിക്സ് ഈസ് എ ഗെയിം ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അവസരം വന്നു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഉറച്ച പാറ പോലെ നിൽക്കുന്ന ഒരാളുമല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ കരുണാകരൻ തന്നെ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയെ വിട്ടിട്ട് അദ്ദേഹം ചേരി മാറി DIC ഒക്കെ രൂപവൽക്കരിച്ചില്ലേ. ആനയുടെ പുറത്ത് ഇരിക്കുന്ന ആൾക്ക് തഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പുറത്തിരിക്കുന്ന ആളുടെ മക്കൾക്ക് തഴമ്പുണ്ടാവണമെന്നില്ല എന്നൊരു ഉപമയും കൂടെ അദ്ദേഹം പറഞ്ഞില്ലേ. ആനപ്പുറത്തിരിക്കുന്നവന് തഴമ്പ് എന്ന് പറയുന്ന പോലെ അതിൻ്റെ മക്കൾക്ക് ആ തഴമ്പ് കിട്ടണമെന്നില്ലല്ലോ എന്ന് സോണിയാഗാന്ധിയെ വ്യംഗ്യമായി കളിയാക്കുകയും ചെയ്തില്ലേ. അങ്ങനെ വരാൻ മാറിയില്ലേ. കാരണം പൊളിറ്റിക്കൽ സ്റ്റഡി അദ്ദേഹം നടത്തിയപ്പോൾ കോൺഗ്രസിന് അനുകൂലമല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇടതുപക്ഷത്തോട് ചേർന്നുകൊണ്ട് അദ്ദേഹം പിന്നെ രാഷ്ട്രീയ യാത്ര നടത്തിയതെന്ന് നമുക്കറിയാം. അതുപോലെ അത്രയും ലോയലായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ വീഴാമെങ്കിൽ DK ശിവകുമാർ ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ. പക്ഷേ സിദ്ധാരാമയ്യ പോകില്ല. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി ഇല്ല. കാരണം രാഷ്ട്രീയ പ്രായം ഏറെയായി കഴിഞ്ഞു. അതെ, DK ശിവകുമാർ അങ്ങനല്ല. ഏത് പാർട്ടിയിൽ പോയാലും ആ പാർട്ടിക്ക് ഒരു അസറ്റാണത്. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചാണ് അസമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ടിട്ട് ഇതിലേക്ക് വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? കോൺഗ്രസിൻ്റെ ശക്തനായ വക്താവായിരുന്നു. അങ്ങനെ പലരും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഈസ് എ മാരേജ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളുടെ ഒരു ചേർച്ചയാണ്, ഒത്തുചേരലാണ്. അപ്പോൾ അവിടെ എന്ത് വേണമെങ്കിലും സംശയിക്കും. ഇനിയും ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. കാരണം ഈ പ്രാതൽ നിർദ്ദേശം വന്നത് ഇവിടെ നിന്ന് അറിയാം, ഹൈക്കമാൻഡിൻ്റെ ഏത് ഭാഗത്തു നിന്ന് അറിയാം? അതിന്ന് ക്വിസായിട്ട് പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം. 5 സെക്കൻഡിനകം ഉത്തരം പറയുക പ്രേക്ഷകർ. ഇതാരാണ് ഈ പ്രാതൽ എന്നുള്ള ഫോർമുല നിർദ്ദേശിച്ചത്? DKയും അതുപോലെ സിദ്ധാരാമയ്യയും തമ്മിൽ. 5 മിനിറ്റിനകം നിങ്ങൾക്ക് ഗസ് ചെയ്യാമെങ്കിൽ നമുക്ക് ഉത്തരമായിട്ട് ഇടാം അല്ലേ. 5 മിനിറ്റ് പോരാ, 5 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. തീർന്നു, സമയം തീർന്നു. ഉത്തരം ഇതാണ്, നമ്മുടെ KC വേണുഗോപാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.